ഗൈസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഒരു ക്യാഷ്വലായിട്ട് ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് വർത്തനം പറയുന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ എനിക്ക് മുമ്പ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സൺഡേ ഇങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ സംസാരിക്കുന്നു, പ്രത്യേകിച്ച് ടോപ്പിക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ വർത്തനം പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സീരീസോ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഞാനിങ്ങനെ വിചാരിച്ചു. സൺഡേ ഒരു റാൻ ടോക്സ് പോലെ. അപ്പം ഞാൻ ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മാത്രം പോരാ, ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മീൻസ് നിങ്ങളുടെ ജാനുവരി? എനിക്ക് ലാസ്റ്റ് വീക്കൊക്കെ ഇപ്പം ആകെ മൊത്തം സീനായി, വയ്യാണ്ടൊക്കെ. ഞാൻ വിചാരിച്ചു എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. ഗൂഗിളിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു ചിക്കൻ ബോക്സ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിന് ചെറിയൊരു സംശയം ഇല്ലാതില്ല, എനിക്ക് ചിക്കൻ ബോക്സ് ആണത് വേറെ വല്ല അലർജി ആണോ എന്താണെന്ന്. പക്ഷേ ചിക്കൻ ബോക്സ് നല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ലോങ് വീഡിയോ എടുക്കലൊക്കെ മുടങ്ങിയായിരുന്നു. എന്നാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് 50 days കഴിഞ്ഞു. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു വിന്നാണ്. കാരണം എനിക്ക് സ്ഥിരത്തില്ല, കൺസിസ്റ്റൻസി ആണ് എന്നെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ച്. കാരണം ഞാൻ ഭയങ്കര എൻ്റെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ ഭയങ്കര സന്തോഷമാണെങ്കിൽ എനിക്ക് കുറേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ മൂഡ് ഓക്കെ അല്ലെങ്കിലോ എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ബോധർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബാധിക്കും. അപ്പം എനിക്ക് ഭയങ്കര സാഡായിട്ടിരുന്ന് വന്ന് ഫേക്ക് ചെയ്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു കാര്യം കൺസിസ്റ്റൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ത് വന്നാലും. ഇപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ അജണ്ട. ആക്ച്വലി ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത്. സോ നമ്മളങ്ങനെ 50 days കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാനുണ്ടല്ലോ, ഞാൻ ഇന്നിങ്ങനെ ചുമ്മാ ഞാൻ ഒരു വീഡിയോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സാധനം തലേ വന്നു. ഇത് ഞാൻ ആക്ച്വലി പോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ആങ്കറിങ് എക്സ്പീരിയൻസ്. ഞാൻ 7th പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ ആങ്കറിങ് കോമ്പറ്റീഷൻ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾക്ക് ആർട്സ് ഡേ എന്നോ, ആർട്സ് ഡേക്ക് നമ്മൾ ഓഡിറ്റോറിയം കിട്ടി. ഞാനിങ്ങനെ ബാക്കിൽ എന്തോ ഇരിക്കുക, ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ ബാക്കിലിരിക്കുക. പെട്ടെന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ വൈബ് മാറി, എല്ലാവരും കൈയടിക്കുന്നു, ഭയങ്കര ബഹളം. ഒരാൾ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പറയുന്നു, ലെറ്റ്സ് വെൽക്കം ഷാറൂഖ് ഖാൻ ഓൺ ടു ദ സ്റ്റേജ്. അപ്പം എനിക്കിത് എന്താ നടക്കുന്നത് മനസ്സിലാവില്ല സ്റ്റേജിൽ. ഞാൻ വിചാരിച്ചു ഷാറൂഖ് ഖാൻ എങ്ങനെ ഇനി വരുന്നുണ്ടോ, കാരണം എല്ലാവരും ഓഡിയൻസൊക്കെ ഭയങ്കര ചിയറിങ്ങും ക്ലാപ്പും അങ്ങനെയൊക്കെ സംഭവം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് പുതിയൊരു കോമ്പറ്റീഷനാണ്, ആങ്കറിങ് കോമ്പറ്റീഷൻ. അപ്പം ഞാൻ കണ്ടുകൊണ്ടപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ചിട്ട് നിക്കിത എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഭയങ്കര അടിപൊളിയായിട്ട് കോമ്പയറിങ് ആങ്കറൊക്കെ ചെയ്യാറുണ്ട്. ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ആങ്കറിങ് കോമ്പറ്റീഷനാണ് സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പരിപാടി കൊള്ളാലോ. ഞാനാണെങ്കിൽ ഈ ടി വിയിലൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ സ്റ്റേജിൽ കയറണം അങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് മുമ്പിട്ട് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവം. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആങ്കറിങ്, സ്റ്റേജിലൊക്കെ വന്ന് സംസാരിക്കുന്നു, ഓഡിയൻസൊക്കെ ഷെയർ ചെയ്യുന്നു, മറ്റേ അവാർഡ് നൈറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യലോ ഏഷ്യാനെറ്റിൽ, മറ്റേ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് അതൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ 7th പഠിക്കാൻ നേരത്ത് അത് 8th തൊട്ടുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അടുത്ത വർഷം 8th ഞാനൊരു കൈ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫാസിനേഷൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തിട്ട് ഞാൻ വേണ്ടി പേര് കൊടുത്തു. കാരണം എൻ്റെ ക്ലാസ്സിൽ ഞാനും മീനാക്ഷി ഞങ്ങൾ 2 പേരാണ് പേര് കൊടുത്തത്. അപ്പം നമുക്ക് വലിയ ഐഡിയ ഇത് ഓൺ സ്പോട്ടാണ് ടോപ്പിക്ക് കൊടുക്കുന്നത്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ഭയങ്കര പരിജ്ഞാനമുള്ളതുകൊണ്ട് ആ സമയത്ത് എന്തൊക്കെയോ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് പേര് കൊടുത്തു. ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാലോ എന്നുള്ളൊരു പുറത്താണ്. ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും പേര്, ഞാൻ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല, പേര് കൊടുക്കാനുള്ള ഇതിൽ ഞാൻ പേര് കൊടുത്തു. അന്നത്തെ ദിവസമായി കേട്ടോ. അന്ന് എനിക്ക് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു, എലക്യൂഷൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്നിട്ട് ആങ്കറിങ്ങിൻ്റെ സമയം ഇപ്പോൾ അവിടെ പേര് വിളിച്ചു തുടങ്ങി. അതായത് നമ്മൾ കൊടുത്തേക്കില്ല പാർട്ടിസിപ്പൻസിൻ്റെ പേര് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഷാക ടെൻസായി. നമ്മൾ പറഞ്ഞില്ല പേര് ക്യാൻസൽ ചെയ്യാം, നമുക്ക് പോകണ്ട, നമുക്ക് പേര് ക്യാൻസൽ ചെയ്യാൻ. ഒരു നീതു മിസ് ആയിരുന്നു, ഞങ്ങളുടെ മാത്സ് പഠിപ്പിച്ച നീതു മിസ് ആയിരുന്നു ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നത്. നീതു മിസ് ലാസ്റ്റ് അപ്പം കുറേ പേര് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് മിസ് പറഞ്ഞു ഇത് പറ്റത്തില്ല, നിങ്ങൾ പിന്നെ എന്തിനാണ് പേര് കൊടുത്തത്, നിങ്ങൾ വൈസ് പ്രിൻസിപ്പലിനെ പോയി കാണാൻ, നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്നിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റും, അങ്ങനെ തോന്നിയ പോലെ ക്യാൻസൽ ആക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്സി. അപ്പം മീനാക്ഷി എന്തോ എഴുതിയൊക്കെ കൊടുത്തിട്ട് അവൾ അതിങ്ങനെ എസ്കേപ്പായി. അപ്പം എനിക്ക് 2 മനസ്സാണ് പോണോ എന്ന പേടിയാണെന്നാണ് എൻ്റെ ഒരു സെക്കൻഡ് തോട്ട് വരുന്നത്. അപ്പം എനിക്ക് വൈസ് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോകാനും വയ്യ, പേടിയുണ്ട്, എന്നാൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണം. ഞാൻ വെച്ചു എന്താണെന്ന് വെച്ചാൽ വരട്ടെ, നാണം കിടുവാണെങ്കിൽ നാണം കിട്ടട്ടെ. 2 കിട്ടൊരു അവസ്ഥയിൽ ഞാൻ പോയി.
പോയപ്പോൾ ഞങ്ങൾ അന്ന് ട്രെയിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, അയൂബ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി ഇതിനകത്ത് വരുന്ന മീൻസ് ആങ്കറിന് അന്ന് പേരൂർ ബാക്ക് സ്റ്റേജിലുള്ള പിള്ളേരെല്ലാം വിളിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു ബ്ലോക്കിലോട്ട് പോയി, ക്ലാസ്സസ് ഒക്കെ ഉള്ള സൈഡിലോട്ട് പോയിട്ട് ഓരോരുത്തർ ക്ലാസ്സിലാക്കി. എന്നിട്ട് പരിപാടി നടന്നിട്ട് 10 മിനിറ്റിന് മുമ്പാണ് നമുക്ക് ടോപ്പിക്ക് തരുന്നത്. അപ്പോൾ ഓരോരുത്തരും റൂമിൽ ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ റെഫർ ചെയ്യാനോ ഗൂഗിൾ നോക്കാനോ ഒന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. കയ്യിൽ പെന്നോ പേപ്പറോ ഒന്നും വെച്ചുകൂടാ. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് വെച്ചാൽ കേരള ഫിലിം അവാർഡ്സ് അങ്ങനെയായിരുന്നു. കേരള ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യണം, അത് ഇംഗ്ലീഷിൽ. അപ്പം എനിക്കാകെ ഈ പരിചയമുള്ളത് മറ്റേ ഈ രഞ്ജിനി ഹരിദാസ്, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് രഞ്ജിനി ഹരിദാസിൻ്റെ എഡ്യൂക്കേഷനിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിൻ്റെ ഫോർമാറ്റ് അറിയാം, അതായത് വരുന്നു, അപ്പം അവാർഡ്സ് കൊടുക്കാനായിട്ട് ഓരോന്നിൻ്റെ ഇതിനെപ്പറ്റി പറയുന്നു, അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ വിളിക്കാം, ആർക്കാണ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അവാർഡ് ആ പറയുന്നതിൻ്റെ ഒരു ഹൈപ്പൊക്കെ ഉണ്ട്, അവർ വരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എനിക്ക് അങ്ങനെ എനിക്ക് മുമ്പ് ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാം. പക്ഷെ ഇത് ഇംഗ്ലീഷിലാണല്ലോ. അങ്ങനെ എന്തോ എൻ്റെ ടേൺ എത്തി, എനിക്ക് ബാക്കിൽ നിന്ന് മൈക്ക് നിന്ന് ഞാൻ എന്തോ എനിക്ക് അപ്പം തോന്നിയ പോലെ എന്തൊക്കെയോ ഞാൻ ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എനിക്ക് അറിയണത് എന്തൊക്കെയോ തട്ടിക്കൂട്ടി പറഞ്ഞു. അപ്പം ഞാൻ പൊതുവെ കുറച്ച് ഉറക്കെ സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഗുഡ് ഈവനിങ് എവ്രി വൺ, ലെറ്റ്സ് വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാക്കി എന്തൊക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ TV ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് അപ്ഡേറ്റഡ് ആയിരുന്നു. വെച്ചാൽ പേരുകളാണെങ്കിലും ഇപ്പം ഡയറക്ടേഴ്സിൻ്റെ പേരുകളാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരെ വിളിക്കണം, ആരെ കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ഇത് തലയിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആങ്കറിങ് ചെയ്യുമ്പോഴത്തേനും ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമല്ലോ. അതായത് സോ നെക്സ്റ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡാണ്, അപ്പം ഡു യു ഗൈസ് ഹാവ് എനി ഗെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓഡിയൻസിന് ആരെങ്കിലും ഒക്കെ റിപ്ലൈ തരണമല്ലോ. അപ്പം നമുക്ക് കാര്യമായിട്ട് റിപ്ലൈ ഒന്നും ഇല്ല, എല്ലാവരും അന്തം കുന്തും മിഴുങ്ങിപ്പോലെ ഇങ്ങനെ മിഴിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് അഫക്റ്റഡ് ആവാൻ പാടില്ല എന്ന് വെച്ചാൽ ഓഡിയൻസ് റിപ്ലൈ തന്നിട്ട് നമ്മൾ പ്രിറ്റൻഡ് യെസ് കറക്റ്റ് യെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഷോ ആക്കണം. എന്തൊക്കെയോ കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പം എനിക്ക് ഭയങ്കര, അതായത് നമ്മളീ ഭയങ്കര ഒരു സ്റ്റേജിൽ കയറി ഇത്ര ആൾക്കാരെ മുന്നിൽ ഒരു ഒരു ഭയങ്കര മോശമായിട്ടൊരു സാധനം വെച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ നോക്കുമല്ലോ, നീ എന്ത് ദുരന്താണ് കാണിച്ചു എന്നൊരു സാധനം വരുമല്ലോ. അപ്പം എനിക്ക് ആൾക്കാർ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും, ഭയങ്കര ഒരു നാണക്കേട്, ഒരു എംബാരസിങ് മൊമെൻ്റ് എന്നൊക്കെ പറയുമല്ലോ. ഞാൻ ഇപ്പം ആൾക്കാർ എന്നെ അല്ല നോക്കുന്നെങ്കിൽ എൻ്റെ വിചാരം ഇത് കണ്ടിട്ട് എന്നെ കളിയാക്കാണ് ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നത് വെളിയിൽ ഇറങ്ങുമ്പോൾ. പക്ഷെ ആയിരിക്കത്തില്ല, ഞാൻ അന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എന്നിട്ട് എന്നെ കളിയാക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ ഡയറക്റ്റ് ടോയ്ലറ്റിൽ പോയി കുറച്ച് റെഡി ആയിരുന്നു. പക്ഷെ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് 3rd പ്രൈസ്. അപ്പോൾ എന്നെ ഇംഗ്ലീഷിന് ഒട്ടും പോരാ കേട്ടോ. അപ്പോഴത്തേനും ഇത് അനൗൺസ് ചെയ്തപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ജഡ്ജസ് പറയുമല്ലോ എന്തിനാ പ്രൈസ് കൊടുത്തതെന്ന് പറയായിരുന്നു. അപ്പോൾ പറഞ്ഞു തേർഡ് ഇട്ടിൻ്റെ റീസൺ പറഞ്ഞു വെച്ചാൽ ആ കുട്ടിക്ക് സ്റ്റേജ് പ്രസൻസ് ഉണ്ടായിരുന്നു, പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആക്ച്വലി ആ സംഭവം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ടേണിങ് പോയിൻ്റാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് അവിടെ നിന്നാണ് പിന്നെ സംസാരിക്കാനായാലും ഇപ്പം വീഡിയോ എടുക്കുന്നതിലാണെങ്കിൽ പോലും ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു സാധനം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം നമ്മൾ ആ പേടിയോടൊരു കാര്യം ചെയ്ത് നമുക്ക് അതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പം ആ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കിക്കുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ 9th പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആങ്കറിങ്. എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല, പക്ഷെ 10th എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് ഞാൻ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. സ്റ്റേറ്റിൽ എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല, പക്ഷെ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ച് വലിയ ഇതായിരുന്നു. പിന്നെ +1 ഞാൻ വേറെ സ്കൂളായിരുന്നു, ഇത് CBSE മാത്രമാണ്. ഈ CBSEയിലാണ് ഈ ആങ്കറിങ് പരിപാടി ഉള്ളത്. ഇപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴും അതവിടെ, ഇപ്പോഴും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴും ഉണ്ട് ആങ്കറിങ് പരിപാടി. സ്റ്റേറ്റിൽ ഇപ്പോൾ കലോത്സവത്തിലൊന്നും വന്നിട്ടുള്ളതെന്ന് എനിക്ക് വന്നിട്ടില്ല. അവിടെ പ്രസംഗ മത്സരം, എലക്യൂഷനൊക്കെയാണ്, അതിനൊക്കെ ഞാൻ പോകുമായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വീണ്ടും ഒരു ചാൻസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നല്ലതാണ്. ഞാൻ സ്റ്റേജിൽ പോയപ്പോഴാണ് കുറേ അധികം ആൾക്കാരെ പരിചയപ്പെടുന്നത്. അതായത് കുറേ പിള്ളേരുണ്ടല്ലോ ഓരോ സ്കൂളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വരുന്നത്, അവരൊക്കെ വൻ പൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. അതായത് അക്ടേറൊക്കെ ഉണ്ടല്ലോ, മറ്റേ നമ്മളൊക്കെ ഇവിടെ നോക്കുമ്പോൾ വലിയ സെറ്റപ്പൊന്നും ഇല്ല അന്നൊന്നും. ഇപ്പം കുറച്ചെങ്കിലും ഒരു 1% പുരോഗമനം വന്നിട്ടുണ്ട് ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ. അന്ന് ഞാൻ മറ്റേ ഇത്രയുള്ള ടോപ്പ് ഇട്ടിട്ട് ഒരു ലൂസ് ലെഗിൻസ് പാൻറ്റും ആലോചിക്കുമ്പോൾ എനിക്ക്
അന്ന് ഞാൻ മറ്റേ സ്റ്റേറ്റിൽ ഇടുക്കിയിലൊക്കെ പോകുന്ന നേരത്ത് പിള്ളേരൊക്കെ മറ്റേ മൈ ബോസിൽ മമത മോഹൻദാസ് കാര്യത്തിലെ ടോപ്പൊക്കെ ആയിട്ട് ലൈക്ക് മുടിയൊക്കെ കളർ ചെയ്ത് ഒരു ബ്ലേസേഴ്സ് ഒക്കെ ഇട്ട് വൺ സെറ്റപ്പ് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഭാര്യ കോൺഫിഡൻസ് പോയി ആ സമയത്തേക്ക്. പക്ഷെ എല്ലാം വലിയ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ ഉള്ള എക്സ്പീരിയൻസ് എനിക്ക് സ്കൂളിലുള്ള എക്സ്പീരിയൻസ് അതെനിക്ക് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാനിത് പെട്ടെന്ന് ഓർത്തു. ഞാൻ മുമ്പ് എപ്പോഴൊക്കെ എൻ്റെ പോഡ്കാസ്റ്റിലാണെന്ന് തോന്നുന്നു, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം എനിക്കിത് ആക്ച്വലി ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതിപ്പോൾ എന്തിനാ വീഡിയോ എടുത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി, ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയുന്ന വീഡിയോ. എനിക്ക് ഇതൊക്കെ ആരും കാണുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്ര മിനിറ്റ് 11 മിനിറ്റ് ഞാൻ കുറേ കട്ട് ചെയ്ത് കളയായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഈ 11 മിനിറ്റ് വരെ ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിലയേറിയ സമയത്തിന് ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് ചുമ്മാ നിങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ കാണാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൺഡേ നമുക്ക് ഇങ്ങനെ സൺഡേ റാൻസോൾ എന്തെങ്കിലും ചെയ്താലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പറയൂ ഗൈസ്, അപ്പിയറൻസും എൻ്റെ കോലൊന്നും പോരാ, ബട്ട് സ്റ്റിൽ ഹൂ കെയർസ് അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോസും നല്ല കോണ്ടൻറ്റൊക്കെ ആയിട്ട് കാണാം. See you.